നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ഈ മാസം 12, 13 തീയതികളിലായാണ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നത്. ഫെബ്രുവരി 13-ന് മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. AI ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഈ മാസം 10-ന് ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് നേരിട്ടായിരിക്കും അമേരിക്കയിലേക്ക് പോകുന്നത്. ട്രംപ് 2ാം തവണ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷമുള്ള മോദിയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണ് ഇത് എന്നതും ശ്രദ്ധേയം. ജനുവരി 20-ന് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. എന്തായാലും മോദിയുടെ അമേരിക്കൻ സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ, കൂടുതൽ ശക്തിപ്പെടുത്താൻ, കൂടുതൽ ദൃഢപ്പെടുത്താനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിനായി നേരത്തെ ഇന്ത്യയും US ശ്രമിക്കുന്നുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു. സന്ദർശനത്തിന്റെ കൃത്യമായ തീയതികൾ ആലോചിച്ചു വരികയാണെന്നും നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ തീയതികൾ ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതേസമയം ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം ജനുവരി 27-ന് പ്രധാനമന്ത്രി ട്രംപുമായി സംസാരിച്ചിരുന്നു. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യ-US സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വസനീയ പങ്കാളിത്തത്തിനായി പ്രവർത്തിക്കുമെന്ന് ഇരു നേതാക്കളും അന്ന് സംസാരിച്ചിരുന്നു. എന്തായാലും ഇരു നേതാക്കന്മാരും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അനധികൃത കുടിയേറ്റം, ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയേക്കും എന്നാണ് സൂചന. വൈറ്റ് ഹൌസിൽ മോദിക്കായി അത്താഴ വിരുന്ന് ഒരുക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി ശക്തമായി തുടരുന്നതിനിടെ ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെയും നടപടി സ്വീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെയും വഹിച്ചുള്ള അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. C-7 എയർക്രാഫ്റ്റിലാണ് അനധികൃത കുടിയേറ്റക്കാരെ പറഞ്ഞയച്ചതെന്നും എന്നാൽ 24 മണിക്കൂറായിട്ടും വിമാനം ഇന്ത്യയിൽ എത്തിയില്ലെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ട്രംപ് നയം വ്യക്തമാക്കിയതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാടുകടത്തലിനായി അടയാളപ്പെടുത്തിയിരിക്കുന്ന 15 ലക്ഷം ആളുകളിൽ നിന്നും 18,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ പുറപ്പെട്ട വിമാനത്തിൽ എത്ര ആളുകളുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ചില കണക്കുകൾ പ്രകാരം ഏകദേശം 7,25,000 ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. മെക്സിക്കോ, EI, സാൽവഡോർ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ളത്. എന്തായാലും ഈ ഒരു വിഷയമൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം. തീർച്ചയായിട്ടും ഇരു നേതാക്കന്മാരും തമ്മിലുള്ള സന്ദർശനം ഉറ്റുനോക്കുകയാണ് രാജ്യം. മാത്രമല്ല ട്രംപ് ഈയിടയ്ക്ക് ഇന്ത്യക്കെതിരെ ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു, നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു. നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയം മോദിയുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നു. പക്ഷേ ഇനി ഈ പ്രാവശ്യം ഈ ടേമിലും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി എത്തുമ്പോൾ മോദിയുമായിട്ടുള്ള ടേംസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ബന്ധം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ചെറിയ ആശങ്കകൾ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇരു നേതാക്കന്മാരുടെ കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.